രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ചും പ്രതിക്ക് പ്രതിരോധമൊരുക്കിയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാനാണെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശം. അതേസമയം രാഹുലിനെ കടന്നാക്രമിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നത് കോൺഗ്രസിനെ ഉലച്ചിട്ടുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആവർത്തിച്ച് ഉന്നത നേതൃത്വം ഒഴിഞ്ഞുമാറുന്നതിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയുടെ തെളിവുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്നുപെട്ട പരാതിയെ പ്രതിരോധിക്കാനുള്ള വ്യഗ്രതയിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതാണ് കോൺഗ്രസിൽ നിന്നുള്ള കാഴ്ച. മുഖ്യമന്ത്രി വീട്ടിൽ ഈ ഇര പോയി, ആ ഇരയെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാ? അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം പരാതി നൽകാതെ ഇപ്പോൾ പരാതി നൽകിയത് എന്തിനാണെന്ന ചോദ്യവുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വവും അതിജീവിതക്കെതിരെ തിരിഞ്ഞു. മാസങ്ങളായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പരാതിയായിട്ട് വരുന്നത്. എന്നാൽ ഇതിനു മുമ്പ് എത്രയോ മാസങ്ങളുണ്ടായിരുന്നില്ലേ? ഇത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ. എന്തുകൊണ്ട് അപ്പോൾ വന്നില്ല? KPCCയുടെ മുൻ അധ്യക്ഷൻ MMS പോലുള്ള നേതാക്കളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ വിമർശിക്കുന്നു. എന്നാൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും ഈ സമീപനമില്ല. വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ നേരത്തെ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് KPCCയുടെയും ഹൈക്കമാൻഡിന്റെയും നിലപാട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ. പീഡന പരാതിയിൽ അറസ്റ്റുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും കോൺഗ്രസിന് മുന്നിലുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.